എക്സാമിന്റെ ഒരു അടിപൊളി ചോദ്യം പരിചയപ്പെടാം. നമുക്ക് കുറച്ച് അളവുകൾ തന്നിട്ടുണ്ട്. ഇവയിൽ നിന്നും അടിസ്ഥാന അളവുകൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ തെരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം ഡെൻസിറ്റി, വോളിയം, ടൈം, ഏരിയ, സാന്ദ്രത, വ്യാപ്തം, സമയം, പരപ്പളവ്. ഇതിൽ ആരാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആയിട്ട് വരുന്നത്? അതിന് നമ്മൾ എന്തറിയണം? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആരെല്ലാമാണ് എന്നറിയണം അല്ലെ. 7 പേരാണ് അവരുള്ളത്. ഇത് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഇവര് നമ്മൾക്ക് തറവായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവരിൽ ആരാണ് അവിടെ വന്നിട്ടുള്ളത്? നമുക്കറിയാം, അത് ടൈം ആണ്, സമയം അല്ലെ. ബാക്കി എല്ലാവരും എന്താണ്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ വ്യുൽപ്പന്ന അളവുകളാണ്. എന്താണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ സഹായത്തോടു കൂടി നമ്മൾ പുതിയ അളവുകൾ ഉണ്ടാക്കും. അവരാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ വ്യുൽപ്പന്ന അളവുകൾ എന്ന് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് നോക്കൂ, സ്പീഡ്, ഫോഴ്സ്, പ്രഷർ, ടെമ്പറേച്ചർ, വേഗത, ബലം, മർദ്ദം, താപനില. നമുക്കറിയാം ഇതില് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആയിട്ട് വരുന്നത് ടെമ്പറേച്ചർ ആണ്, അതായത് താപനില. സോ നിങ്ങൾക്കുള്ള ചോദ്യമാണ് ഇതാ ഈ ചോദ്യം. ഇതിന്റെ ആൻസർ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഏതാണ് ഇതില് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, അടിസ്ഥാന അളവ് ഏതെന്ന്.